പ്രവർത്തനവും മികവുറ്റ സാരഥികൾ നയിക്കുന്നത് കൊണ്ട് ഇന്ന് ഭാരതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കേരളത്തിന്റെ അവസ്ഥ അങ്ങനെയല്ല. 15 വർഷക്കാലമായിട്ട് ഈ ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് ജയിച്ചു പോയിട്ടുള്ള ശ്രീമാൻ ജയലാൽ MLA, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയില് ഇവിടുന്ന് കുടിവെള്ളം പൈസ കൊടുത്ത് മേടിക്കുന്ന അവസ്ഥയിലേക്ക് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറി വരുന്നത്. എന്നിട്ടും ആ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചോദിച്ച് അഭ്യർത്ഥന നടത്താൻ ഒരു ഉളുപ്പം കാണിക്കാത്ത ഒരു പാർട്ടിയായി മാറിയിരിക്കുകയാണ്. 15 കൊല്ലമായി ഭരിക്കുന്ന ഒരു MLAക്ക് ഈ ഭാഗത്ത് കുടിവെള്ളം എത്തിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ മത്സരിക്കുന്നത്? നിങ്ങൾ മത്സരിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്കെല്ലാം അറിയാം, ഇപ്പം ചാനലുകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന കുറെ പരസ്യങ്ങളുണ്ട്. എന്താണ്? 10 വർഷം പവർ കട്ടില്ലാത്ത 10 വർഷം. ഒരു ബോർഡത നാഷണൽ ഹൈവേയിലൊക്കെ എവിടെ നോക്കിയാലും കാണാം. 10 വർഷം പവർ കട്ടില്ലാത്ത 10 വർഷം. അടുത്ത ഒരു ബോർഡെന്ന് പറയുന്നത് എല്ലാവർക്കും വീട്. അടുത്ത ബോർഡെന്ന് പറയുന്നത് എല്ലാവർക്കും ആഹാരം, റേഷനിൽ കിട്ടുന്നു. ഇങ്ങനെ ഉള്ള ബോർഡുകൾ വെക്കുമ്പോൾ പിന്നെ പ്രധാനപ്പെട്ട ഒരു ബോർഡുകളുണ്ട്. LDF അല്ലാതെ വേറെ ആരുണ്ട്? സത്യോ? LDF അല്ലാതെ വേറെ ആരെയും കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല. നമുക്കറിയാം, ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ ആ ക്ഷേത്രത്തിന്റെ പരിപാലനമായ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ കട്ടള വരെ ഇളക്കിക്കൊണ്ടുപോയവരാ. നമ്മുടെ രാഷ്ട്രപതി ഉണ്ടല്ലോ, അവിടെ ശബരിമലയിൽ ദർശനം നടത്താനായിട്ട് വന്നപ്പം നമ്മുടെ മന്ത്രി വാസൻ പുറവിലെ കയ്യം കെട്ടി അയ്യപ്പനെ തൊഴുവല്ല ചെയ്തത്, ആ ദ്വാരപാലകരെ കണ്ണുവെക്കുകയായിരുന്നു ചെയ്തത്. എങ്ങനെ അവനെ അടിച്ചടക്കാം? ഇന്ത്യയുടെ രാഷ്ട്രപതി അയ്യപ്പ സ്വാമിയെ തൊഴുമ്പോൾ കേരളത്തിന്റെ ദേവസ്വം മന്ത്രി പഠനം നടത്തുകയായിരുന്നു. ദ്വാരപാലകരെ എങ്ങനെ അടിച്ചു മാറ്റാം? സുപ്രീം കോടതി വരെ ഹൈക്കോടതി വരെ ഇടപെട്ടിരിക്കുക. ആ ഹൈക്കോടതി ഇടപെട്ടിട്ട് ചോദിക്കുകയാണ്, അയ്യപ്പന്റെ ഉടയാതെയെങ്കിലും നിങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടോ ഇല്ലയോ? അപ്പം ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ LDF അല്ലാതെ മറ്റാരെയും കൊണ്ട് പറ്റത്തില്ല. ആ ബോർഡ് യഥാർത്ഥത്തിൽ സാക്ഷാത്കരിക്കുന്ന ബോർഡാ. കള്ളത്തരമല്ല ഒന്നും പറയത്തില്ല. സ്വർണ്ണ കള്ളക്കച്ചവടമാണ് അവരുടെ മെയിൻ പരിപാടി. അപ്പം നമ്മുടെ രാജ്യത്തെ എല്ലാം കൊണ്ടും എല്ലാം ചെയ്യാൻ കഴിയുന്നത് അവരാണെന്ന് അവരെ ബോർഡ് മുഖാന്തരം തെളിയിച്ചിട്ടുണ്ട്. അടുത്തത് പറയുന്നത് അന്നം മുടങ്ങാത്ത രാജ്യം. നമുക്കറിയാമോ, നമ്മുടെ കേരളത്തിലെ മൊത്തം ജനസംഖ്യ 3 കോടിയിൽ പുറത്താണ്.